ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പിൻ്റെ മുൻപായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം മാത്രമല്ലേ ഉള്ളൂ നോമ്പ് തുടങ്ങാൻ. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബോട്ടിൽ കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഫില്ലാക്കുന്ന വീഡിയോയും അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന അതൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നോമ്പിന് നമുക്ക് കുറേ ജോലിഭാരം കുറക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഖുർആനത്തും നിസ്കാരവും കാര്യങ്ങളൊക്കെ കൂടുതൽ അതിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. കാരണം നമ്മൾ നോമ്പിന് മുൻപ് തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു ജോലിഭാരം കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബോക്സിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനും കഴിയില്ല. അപ്പോൾ അത് കാരണം ഞാൻ ചെറിയ ചെറിയ പാർട്ടാക്കിയിട്ടായിരിക്കും കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഇതിൽ ഈ ബോക്സിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഈ ബോട്ടിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് കുറേ ബോട്ടിൽസ് ഇങ്ങനെ നിരത്തി വെച്ച് ഇതാവും വേണ്ട. പിന്നെ എടുക്കാനും നല്ല ഈസിയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഫില്ലാക്കിയിട്ട് എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മക്രോണി അതുപോലെ തന്നെ ഉഴുന്ന്, മന്തി റൈസ്, ബിരിയാണി റൈസ് അതൊക്കെയാണ് കേട്ടോ ഞാനിതിൽ ഫില്ലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളെപ്പോഴും സ്പെഷ്യൽസ് ആണല്ലോ എപ്പോഴും ആഗ്രഹിക്കുന്നത്, സ്പെഷ്യൽ ഫുഡാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ടും ഇതുപോലെ ഉള്ള സംഭവങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എടുക്കാനും എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലൊക്കെ ഇങ്ങനെ ഫില്ലാക്കിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളൊരു കപ്പാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നും കപ്പിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഇതിൽ കൊള്ളുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലുള്ളൊരു ക്യാപ്പാണിത്. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ ക്ലിപ്പ് പോലെ ഉണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നും എടുക്കുക. അപ്പോൾ ഈ ഓരോ പ്രസ് ചെയ്യുന്ന ഓരോ ബട്ടൺസ് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഓരോന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി അടുത്തത് ഡബിൾ ഹോഴ്സിൻ്റെ സേമിയൻ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കുന്നുണ്ട്. നമ്മൾ നോമ്പിന് തരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മേടിക്കുന്നത്.
അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുമ്പോഴും നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഇതുപോലെ ഞാൻ മാക്സിമം അതിൽ തന്നെ കൊള്ളാവുന്ന അത്രയും ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് ഇത് നല്ല എയർ ടൈറ്റുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം കൂടെ ഫില്ലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കി റമദാൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം.